ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ടീനേജ് സ്കിൻ കെയറിന്റെ 7th ഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിത് ടൈം ടേബിൾ ആയിട്ട് ഫോളോ ചെയ്യണം. ഞാൻ 7 ദിവസം ഇടാനുള്ള പാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പാക്കുകൾ കറക്റ്റായിട്ട് ഇടുക. മൂക്കിലൊക്കെ വരകളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രബ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ക്രബ് നിങ്ങൾക്ക് ഫേസ് ഫുള്ള് എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അതേപോലെ തന്നെ പാക്കും അതേപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ടോട്ടൽ സ്കിൻ കെയർ, തലമുടി ആ ഒരു എണ്ണ ഉപയോഗിച്ച് തേച്ചതിന് ശേഷം നമുക്ക് റൂട്ട്സിന്റെ ഷാമ്പു നല്ലതാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ല നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പു വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകാവുന്നതാണ്. അപ്പൊ അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഫസ്റ്റ് ടൈം പീരീഡ്സ് എന്ന് പറയുന്നത്, അല്ലേ? നോർമലി ഒരു 12 തൊട്ട് 14 വരെ വയസ്സുള്ള കുട്ടികളിലാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത് 12 തൊട്ട് 14 വരെ. ഇപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊണ്ടും ഒക്കെ കൊണ്ടും നമുക്ക് കുറച്ച് നേരത്തെ ഉണ്ടാവാറുണ്ട്. ഈവൻ 10 വയസ്സുള്ള കുട്ടികളിൽ പോലും നമുക്ക് ഇപ്പോൾ പീരീഡ്സ് അതായത് മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പല അമ്മമാർക്കും അറിയില്ല. അപ്പോൾ ഫ്ലാറ്റ്സിലൊക്കെ താമസിക്കുന്നവർ അമ്മമാരൊക്കെ ആണെങ്കിൽ അവരെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കെയർ ചെയ്യേണ്ടത്. നിങ്ങൾ ആക്ച്വലി ടീനേജേഴ്സ് കുട്ടികൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ. അത് നമ്മൾ അമ്മമാരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ കറക്റ്റായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇതാണ് ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ, അതിന് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഹൈജീനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വജൈനൽ ഏരിയ എന്ന് പറയുന്നത് വളരെ നീറ്റായിട്ട് ഒക്കെ സംരക്ഷിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ചും നമുക്ക് മെൻസ്ട്രുവേഷൻ ടൈമിലുള്ള ഇൻഹൈജീൻ കൊണ്ടാണ് നമുക്ക് അവിടെ തുരയിടുക്കുകളിൽ കറുപ്പ് കളർ ഉണ്ടാകുന്നത്. അത് 100% നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സമയത്തുള്ള നമ്മുടെ അൺഹൈജീൻ, ആ സമയത്ത് ഓവർഫ്ലോ ഒക്കെ ഉണ്ടാകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകും. അവിടുത്തെ ഒരു സ്കിന്ന് ഡാമേജ് ആയിപ്പോയി ബ്ലാക്ക് കളറായി പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഹൈജീൻ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെൻസ്ട്രുവേഷന് മുമ്പുള്ള സിംറ്റംസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നമുക്ക് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഹെയർസ്, അതായത് മുടികൾ വളരാൻ തുടങ്ങും. നമ്മുടെ കുട്ടികളുടെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് ഒരു കല്ലിപ്പ് പോലെ, ഒരു വേദന പോലെ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർ പേടിച്ചു പോകും. കാരണം അമ്മമാര് നല്ല ഒരു ഫ്രണ്ട് പോലെ, നല്ലൊരു സുഹൃത്ത് പോലെ നമ്മൾ ബിഹേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒരു ഓവർ ഫ്രസ്ട്രേഷൻ ആയിപ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഇതാണ് ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ആർത്തവം എന്ന് പറയുന്നത് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ആളുകളിൽ 7 ദിവസം വരെ നിൽക്കാം, 3 ദിവസം വരെ നിൽക്കുന്നവരും ഉണ്ട്. ആദ്യമായിട്ട് നമുക്ക് മെൻസ്ട്രുവേഷൻ ആകുന്ന സമയത്ത് ഒരുപാട് ബ്ലഡ് ഫ്ലോ ഒന്നും ഉണ്ടാകണം എന്നില്ല. ബ്ലഡിന്റെ കളർ വളരെ ബ്രൗൺ കളറിലുള്ള ബ്ലഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. അത് വളരെ ചെറിയ ഡ്രോപ്സേ വരാറുള്ളൂ. പിന്നെ ഫസ്റ്റ് ഒരു വർഷം വരെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആയിരിക്കും തുടങ്ങിയതിനു ശേഷം. അതിനുശേഷവും ഇറഗുലർ ആയിട്ടാണ് വരുന്നതെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് മുമ്പുള്ള കാലഘട്ടം അത്ര ഡേഞ്ചർ ഒന്നുമല്ല, നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട. അത്രയ്ക്ക് വലിയ ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇത് മാത്രമാണ്. അതിനകത്ത് ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു മെൻസ്ട്രുവേഷൻ ആകുന്ന സമയത്ത് കുട്ടികളിൽ ഞാൻ പലരും കണ്ടിട്ടുണ്ട് ഓവറായിട്ട് ഫുഡ്, ഓവറായിട്ട് കെയർ, അങ്ങനെ അവരെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് അവർക്ക് ഓവർ തടി, ഓവറായിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ബേസ്ഡ് ഫുഡ് കൊടുക്കുക. ഇലക്കറികൾ വേണം നമ്മൾ അധികമായിട്ടും ഉൾപ്പെടുത്താനായിട്ട്. പിന്നെ ഫിഷ്, സാൽമൺ പോലുള്ള ഫിഷുകൾ, അതായത് omega-3 അടങ്ങിയിട്ടുള്ള ഫിഷ്, അയില പോലുള്ള ഫിഷുകളൊക്കെ അവർക്ക് ധാരാളമായിട്ട് കൊടുക്കുക. ഫ്രൈ വെച്ച് കൊടുക്കാതെ എല്ലാ കറികൾ വെച്ച് കൊടുക്കാം. പിന്നെ ചോറൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് അവർക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. ഒരുപാട് ഫുഡ് അവരെ കൊണ്ട് തീറ്റിപ്പിച്ചുകൊണ്ടേയിരിക്കരുത്. അവർക്ക് ആവശ്യത്തിനുള്ളത് വളരെ നല്ലത്, നട്ട്സ്, ഫിഷ്, റെഡ് മീറ്റ്സ്, ഒരുപാട് മീറ്റ്സ് എന്നല്ല, ആവശ്യത്തിന് അവർക്ക് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള അളവിന് കൊടുക്കാം. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ ഉള്ളവർ അരി, ഉലുവ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അരിയിൽ കുറുക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കാലത്തിലൊക്കെ ആ സമയത്ത് കുട്ടികൾക്ക് തുണിയൊക്കെ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഈ കാലത്തിൽ അത് അത്ര പ്രാവർത്തികമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുട്ടികളുടെ തൊടയും ഒക്കെ ഒരഞ്ഞ് നാശമായി പോകാനായിട്ട് ഈ ഒരു തുണി വെക്കുന്ന ശീലം, പണ്ടുള്ളവർ പറയാറുണ്ട് അതാണ് ഹൈജീൻ എന്ന്. പക്ഷെ അതല്ല ഹൈജീൻ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം അത് പെട്ടെന്ന് ലീക്കാകും, അടിയിലോട്ട് വരും. ആ തുണി നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര കഴിവിയാലും അതിൽ ബാക്ടീരിയ ഒക്കെ ഉണ്ടാകും, അത് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. അത് വീണ്ടും
വെക്കും തോറും ആ തൊഴിലെടുക്കുകളിലൊക്കെ ബ്ലാക്ക് കളർ ഭയങ്കരമായിട്ട് ഉണ്ടാകാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ നല്ല ഒരു കോട്ടൺ പാഡ് അവർക്ക് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു നല്ല കോട്ടൺ പാഡ്, ഒരുപാട് സിന്തറ്റിക് ആയിട്ട് ഒരുപാട് ഇതായിട്ടുള്ള കട്ടിയായിട്ടുള്ള പാഡ്സ് കൊടുക്കാതെ ചെറിയ തിന്നായിട്ടുള്ള പാഡ്സ് ഇപ്പോൾ ഒക്കെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നല്ല ഒരെണ്ണം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. അവരെ പേടിപ്പിക്കാതിരിക്കുക, ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ സ്കെയർ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴും ആ ഒരു പാഡ്, സാനിറ്ററി പാഡ് മാറ്റാനായിട്ട് ശ്രമിക്കുക. 4 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു 4 മണിക്കൂറിൽ കൂടുതൽ അത് വെച്ചേക്കാനായിട്ട് പാടില്ല. 4 മണിക്കൂർ കഴിയുമ്പോൾ അത് മാറ്റിയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു മെൻസ്ട്രുവേഷൻ ടൈമിൽ നമ്മൾ എത്രത്തോളം ഹൈജീൻ ആയിരിക്കണോ അത്രത്തോളം നമ്മുടെ പ്രൈവറ്റ് പാർട്സും നല്ല എന്താ പറയുന്നത് കളറായിട്ട്, ആ ഒരു ഡാർക്ക് കളറൊന്നും ഇല്ലാതെ നീറ്റായിട്ടിരിക്കും. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പാൻറ്റീസ് ആ സമയത്ത് ഉപയോഗിക്കാനായിട്ട് ഒരു 2-3 പാൻറ്റീസ് മാറ്റി വെച്ചേക്കുക. അത് മാത്രം ആ സമയത്ത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വെളിയിൽ ഉണക്കുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ ചെറിയ വണ്ണം കൂടുതൽ ഉള്ളത് കൊണ്ടൊക്കെ നമുക്ക് കറുപ്പ് ഉണ്ടാകാറുണ്ട്, നമ്മുടെ അണ്ടർആംസിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു കറുപ്പ് എങ്ങനെ മാറ്റാം, എങ്ങനെ ഒരു ചെറിയ, ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെ മാറ്റാം എന്നുള്ളത്, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലെ കളർ മാറ്റാനായിട്ടുള്ളത്. പക്ഷെ ഇന്ന് വേറൊരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് അത് ചെയ്ത് നോക്കിയിട്ട് പലർക്കും റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇതൊന്നും ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കാകുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡിസ്കളറേഷൻ മാറാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരും. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ആഴ്ചയിൽ 4 പ്രാവശ്യം നമ്മുടെ ആ ഒരു വജൈനൽ കാലിലും ആ കാലിന്റെ 2 സൈഡ് ഇടുക്കുകളിലും കഷത്തിലും മാത്രം അപ്ലൈ ചെയ്യുക. ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ ഉരച്ച് കഴുകിക്കളയുക. ഒരു ആഴ്ചയിൽ 4 ദിവസം ഇട്ട് 1 മാസം കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു ദിവസം 2 ദിവസം ഇട്ടിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ അതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലെമൺ ജ്യൂസ് വേണം, പിന്നെ വേണ്ടത് പൊട്ടറ്റോയുടെ ജ്യൂസ്. പൊട്ടറ്റോ ചെറുതായിട്ട് സ്ക്രേപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ്, പിന്നെ അലോവേരയുടെ ജെല്ല്. പ്യുവർ അലോവേര അല്ല, നമുക്കിതിന് അലോവേര ജെല്ലാണ് നല്ലത്. എന്നിട്ട് നല്ലപോലെ ഈ ഒരു ടേബിൾ സ്പൂണിന്, ഒരു ടീസ്പൂണിന് ഒരു 3 ടീസ്പൂൺ അലോവേര ജെല്ല് മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 സ്പൂണ് പൊട്ടറ്റോ ജ്യൂസും 2 സ്പൂണ് ലെമൺ ജ്യൂസും. ഇതൊരു വാട്ടറി ഫോമിലായിട്ടായിരിക്കും ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. വാട്ടറി ഫോമിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്, ജെൽ ഫോമിലല്ല. അപ്പോൾ നിങ്ങൾ അത് പേടിക്കണ്ട. പിന്നെ അതേ സ്പൂണിൽ അതേ അളവിൽ തന്നെ ലെമൺ ജ്യൂസും. ലെമൺ ജ്യൂസ് സ്കിൻ ലൈറ്റനിങ്ങിന് ഭയങ്കര ബെസ്റ്റാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലുള്ള കളർ ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് സൂപ്പർബാണ് നമ്മുടെ ലെമൺ ജ്യൂസ്. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അടപ്പടച്ചു വെച്ചതിന് ശേഷം നല്ല പോലെ ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടോ, അത് നല്ല പോലെ ഷേക്ക് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അതിന് നല്ല ഒരു പതയൊക്കെ ഫോമായി നല്ല പോലെ അത് മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാം. കസ്തൂരി മഞ്ഞളായിരുന്നാലും യൂസ് ചെയ്യാം, പച്ചമഞ്ഞളായിരുന്നാലും യൂസ് ചെയ്യാം. നമ്മൾ കറിക്ക് വയ്ക്കുന്ന മഞ്ഞളൊന്നും യൂസ് ചെയ്യരുത്. കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗം നല്ല നീറ്റായിട്ട് കഴുകിയിരിക്കണം. കഴുകി നല്ലതുപോലെ തുടച്ചതിന് ശേഷം നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുന്നത് എപ്പോഴും റൗണ്ട് പോസ്റ്ററിലായിരിക്കണം മസാജ് ചെയ്യുന്നത്. ഇതുപോലെ എടുക്കുക, നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ നല്ല ഉണങ്ങിയ ഭാഗത്ത് നല്ല രീതിയിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. റൗണ്ടായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് വൺസ് ഇതങ്ങ് അബ്സോർബ് ആകുമല്ലോ, ആ സമയത്ത് നമ്മൾ വീണ്ടും കുറച്ചും കൂടി എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം. തേച്ച് നമ്മുടെ ആ ഒരു സ്കിന്നിൽ നല്ല പോലെ അബ്സോർബ് ആകണം. ഇത് നമുക്ക് സ്കിൻ ലൈറ്റനിങ് ചെയ്യാനായിട്ട് മഞ്ഞൾ ചില പേർക്ക് സ്യൂട്ടാകത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ മഞ്ഞൾ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് വല്ല പ്രോബ്ലം ഇല്ല. പക്ഷേ നമ്മുടെ ആ ഒരു അണ്ടർആംസിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് മഞ്ഞൾ വളരെ രീതിയിൽ സഹായിക്കും. അതുകൊണ്ട് മഞ്ഞൾ ഉൾപ്പെടുത്താൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക. മുഖത്തൊക്കെ അല്ലേ അലർജി ഉണ്ടാവുക, കൈകളിലാകുമ്പോൾ ഒന്ന് ആ പാട്ടിലൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മുടെ തുടയൊക്കെ നല്ലപോലെ നീറ്റാക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ കാൽമുട്ടിലൊക്കെ കറുപ്പില്ലേ, നമ്മുടെ കാൽമുട്ടിലും കൈമുട്ടിലും ഒക്കെ ഉണ്ടാകുന്ന അത് മാറാനും വളരെ സൂപ്പറാണ്. നമ്മൾ ഫസ്റ്റ് ആ ഒരു ഉണ്ടാക്കിയ കാട്ടി ഏറ്റവും നല്ല റിസൾട്ട്. ഞാനിത് കുറച്ച് നാളായിട്ട് എൻ്റെ കൈകളിൽ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇത് രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കൈ നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. എൻ്റെ ഒരു കയ്യിലിട്ടിട്ട് ഞാൻ ഒരു കയ്യിലിടാതെ നോക്കിയപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഒരാഴ്ചയിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം, വെളിയിലിരുന്ന കേടായി പോകും. ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കോക്കനട്ട് ഓയിൽ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നമ്മളെ കളറ് ഷെയ്ഡ് ആവാനായിട്ട് വളരെയധികം സഹായിക്കും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ കമൻറ്റ് ബോക്സ് നിറയെ നിങ്ങളുടെ പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.